അങ്ങനെ മറ്റൊരു തിരുവാതിര നാൾ കൂടി എത്തുകയാണ്. ഹിന്ദുമത വിശ്വാസത്തിൽ ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. പ്രധാനമായും കേരളത്തിലാണ് തിരുവാതിര വ്രതം ആചരിക്കുന്നത്. കേരളത്തിന്റെ തനത് പൈതൃകത്തോടെയും കലാരൂപങ്ങളും ഭക്ഷണങ്ങളുമായി തിരുവാതിര വ്രതം ആചരിക്കുന്നു. ഭഗവാൻ ശിവന്റെ ജന്മനക്ഷത്രമാണ് തിരുവാതിര. അതിനാൽ തന്നെ തിരുവാതിര ദിനത്തിൽ ആരാധിക്കേണ്ടത് ഭഗവാൻ ശിവനെയും പാർവതീദേവിയെയും ഗണപതി ഭഗവാനെയുമാണ്. പാർവതീദേവി ആദ്യമായി അനുഷ്ഠിച്ച വ്രതമാണ് തിരുവാതിര എന്നാണ് വിശ്വാസം. തിരുവാതിര വ്രതത്തിനു പിന്നിൽ പല ഐതിഹ്യങ്ങളാണ് നിലനിൽക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് പാർവതീദേവിയുടെ കഠിന തപവുമായി ബന്ധപ്പെട്ടതാണ്. പരമശിവനിൽ ആകൃഷ്ടയായ പാർവതീദേവി അദ്ദേഹത്തെ ഭർത്താവായി ലഭിക്കുന്നതിനു വേണ്ടി കഠിനമായ വ്രതവും തപസ്സും അനുഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. ദേവിയുടെ ഈ ഭക്തിയിൽ പ്രീതനായ ഭഗവാൻ ശിവൻ ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ദേവിയെ പത്നിയായി സ്വീകരിച്ചു എന്നും വിശ്വസിക്കപ്പെടുന്നു. വിവാഹിതരായ സ്ത്രീകളും കന്യകമാരും ഈ വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതായി കണക്കാക്കുന്നു. ഭർത്താവിന്റെ ദീർഘായുസിനായി വിവാഹിതരായ സ്ത്രീകൾ ഈ വ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതായി കണക്കാക്കുന്നു. കൂടാതെ കന്യകമാർ ജീവിതത്തിൽ നല്ല ഭർത്താവിന് ലഭിക്കുന്നതിന് വേണ്ടിയാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത്. ഇത്തവണത്തെ തിരുവാതിര വ്രതം വരുന്നത് പുതുവർഷത്തിൽ 3-ാം ദിനത്തിലാണ്, അതായത് ജനുവരി 3 ശനിയാഴ്ച. ജനുവരി 2-ാം തീയതിയും വളരെ പ്രാധാന്യമുള്ള ദിനമാണ്. ജനുവരി 2-ാം തീയതി മകയിരമാണ്. അമ്മമാരായ സ്ത്രീകളാണ് മകയിരം അനുഷ്ഠിക്കേണ്ടത്. സന്താനങ്ങളുടെ ദീർഘായുസ്സിനും സൗഖ്യത്തിനും വേണ്ടിയാണ് മകയിരം അനുഷ്ഠിക്കുന്നത്.